ന്യൂസിലൻഡ് അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾക്കുള്ള വിസ നിയമങ്ങളിൽ മാറ്റം വരുത്തുകയാണ്. ഇനി മുതൽ പേപ്പർ അപേക്ഷകൾ സ്വീകരിക്കില്ല. പൂർണ്ണമായും ഡിജിറ്റൽ സംവിധാനത്തിലേക്ക് മാറുകയാണ് ലക്ഷ്യം. ഇതിൻ്റെ ഭാഗമായി സെപ്റ്റംബർ 18 മുതൽ 6 തരം വിദ്യാർത്ഥി വിസകൾക്ക് ഓൺലൈനായി മാത്രമേ അപേക്ഷിക്കാൻ കഴിയൂ. ഇമിഗ്രേഷൻ ന്യൂസിലാൻഡ് അഡപ്റ്റ് എന്ന പുതിയ പ്ലാറ്റ്ഫോം വഴിയാണ് അപേക്ഷകൾ സമർപ്പിക്കേണ്ടത്. ഓഗസ്റ്റ് 18 മുതൽ തന്നെ ഇതിൻ്റെ ആദ്യ പടിയായി ചില മാറ്റങ്ങൾ വന്നു തുടങ്ങി. ഇംഗ്ലീഷ് ലാംഗ്വേജ്, എക്സ്ചേഞ്ച്, ഫീ പേയിങ്, പാത്വേ, ന്യൂസിലാൻഡ് ഗവൺമെൻറ് സ്കോളർഷിപ്പ്, ഫോറിൻ ഗവൺമെൻറ് സപ്പോർട്ടഡ് എന്നീ വിസകൾക്ക് അപേക്ഷിക്കുന്നവരെ ഓട്ടോമാറ്റിക്കായി ഡിജിറ്റൽ സംവിധാനത്തിലേക്ക് മാറ്റും. ഓഗസ്റ്റ് 17 മുൻപ് പഴയ രീതിയിൽ അപേക്ഷിച്ചവരുടെ അപേക്ഷകൾ തുടർന്നും പരിഗണിക്കും. എന്നാൽ പകുതി പൂർത്തിയാക്കിയ അപേക്ഷകൾ സെപ്റ്റംബർ 17 മുമ്പ് പൂർത്തിയാക്കി സമർപ്പിക്കണമെന്ന് അറിയിച്ചിരുന്നു. അതിനുശേഷം ഈ അപേക്ഷകൾ ഡിലീറ്റ് ചെയ്യും. ഇതോടെ പഴയ രീതിയിലുള്ള അപേക്ഷകൾ പൂർണ്ണമായി ഒഴിവാക്കും. അവർ ഫ്യൂച്ചർ സർവീസസ് എന്ന പദ്ധതിയുടെ ഭാഗമായാണ് ഈ മാറ്റം. മിനിസ്ട്രി ഓഫ് ബിസിനസ്, ഇന്നോവേഷൻ ആൻഡ് എംപ്ലോയ്മെൻ്റ് ആണ് ഈ പദ്ധതിക്ക് നേതൃത്വം നൽകുന്നത്. എല്ലാ വിസ അപേക്ഷകളും അഡപ്റ്റ് എന്ന ഒറ്റ പ്ലാറ്റ്ഫോമിൽ എത്തിക്കുകയാണ് ലക്ഷ്യം. 7 വർഷം കൊണ്ടാണ് ഈ പദ്ധതി പൂർത്തിയാക്കുക. അഡപ്റ്റ് 2021 തുടങ്ങിയത്. ഇതിനോടകം തന്നെ വിസിറ്റർ വിസ, അക്രഡിറ്റഡ് എംപ്ലോയർ വർക്ക് വിസ, പെർമനൻറ്റ് റെസിഡൻറ്റ് വിസ തുടങ്ങിയ പല പ്രധാന വിസകളും ഈ പ്ലാറ്റ്ഫോമിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഈ പ്ലാറ്റ്ഫോം ഉപഭോക്താക്കൾക്കും ജീവനക്കാർക്കും എളുപ്പത്തിൽ ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു സംവിധാനമാണെന്ന് INZ, അതായത് ഇമിഗ്രേഷൻ ന്യൂസിലൻഡ് പറയുന്നു. വിശ്വസനീയമായ ലോകോത്തര ഇമിഗ്രേഷൻ സേവനം നൽകാൻ ഇത് സഹായിക്കുമെന്നാണ് അധികൃതർ പറയുന്നത്. ഈ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം വരുന്നതോടെ അപേക്ഷകൾ വേഗത്തിൽ പരിഗണിക്കാനും അപേക്ഷയുടെ ഇപ്പോഴത്തെ സ്ഥിതിയെക്കുറിച്ച് വ്യക്തമായ വിവരങ്ങൾ നൽകാനും സാധിക്കും. അതുപോലെ അപേക്ഷകർക്ക് സ്വന്തമായി പല കാര്യങ്ങളും ചെയ്യാനുള്ള സൗകര്യവും ഉണ്ടാവും. പുതിയ രീതി കൂടുതൽ ലളിതവും വേഗമുള്ളതുമാണെന്ന് INZ പ്രസ്താവനയിൽ അറിയിച്ചിട്ടുണ്ട്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും വിസ ഏജന്റുമാർക്കും ഈ മാറ്റങ്ങൾ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സഹായിക്കുന്ന വിവരങ്ങളും INZ നൽകുന്നുണ്ട്. ഈ മാറ്റം വരുത്തുന്ന സമയം വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം ന്യൂസിലാൻഡിൽ ഇപ്പോൾ വിദ്യാർത്ഥി വിസകൾക്ക് വലിയ ഡിമാൻഡാണ്. കൊറോണയ്ക്ക് ശേഷം കൂടുതൽ വിദ്യാർത്ഥികൾ പഠനത്തിനായി വരുന്നുണ്ട്. അതുകൊണ്ട് അപേക്ഷകർ യാത്ര ചെയ്യുന്നതിന് 3 മാസം മുൻപെങ്കിലും അപേക്ഷിക്കാൻ INZ നിർദ്ദേശിക്കുന്നു. ഇത് അപേക്ഷകൾ വൈകുന്നത് ഒഴിവാക്കാൻ സഹായിക്കും. വിദ്യാഭ്യാസം ന്യൂസിലൻഡിൻ്റെ പ്രധാന വരുമാന മാർഗ്ഗങ്ങളിലൊന്നാണ്. 2020 അതിർത്തികൾ കടക്കുന്നതിന് മുൻപ് ഏകദേശം $3.7 ബില്യൺ ന്യൂസിലൻഡ് ഡോളർ വരുമാനം ഇതിലൂടെ ലഭിച്ചിരുന്നു. വിസ നടപടികൾ എളുപ്പത്തിലാക്കുന്നത് ന്യൂസിലൻഡിന് വളരെ പ്രധാനമാണ്. കാരണം ഓസ്ട്രേലിയ, കാനഡ, UK തുടങ്ങിയ രാജ്യങ്ങളുമായി മത്സരിച്ച് കൂടുതൽ വിദ്യാർത്ഥികളെ ആകർഷിക്കാൻ ഇത് സഹായിക്കും. വിദ്യാർത്ഥി വിസകൾ ഓൺലൈൻ ആക്കുന്നതിനോടൊപ്പം തന്നെ ന്യൂസിലൻഡ് വിദ്യാഭ്യാസ മേഖലയിലും ഇമിഗ്രേഷൻ നിയമങ്ങളിലും മറ്റു പല മാറ്റങ്ങളും വരുത്തുന്നുണ്ട്. വിദ്യാഭ്യാസ കയറ്റുമതി പ്രോത്സാഹിപ്പിക്കാൻ സർക്കാർ ലക്ഷ്യമിടുന്നുണ്ട്. നേറാമെട്രിക്സിൻ്റെ റിപ്പോർട്ട് അനുസരിച്ച് അന്താരാഷ്ട്ര വിദ്യാഭ്യാസത്തിൻ്റെ മൂല്യം 2034 ആകുമ്പോഴേക്കും $7.2 ബില്യൺ ന്യൂസിലൻഡ് ഡോളറാക്കി ഉയർത്താനാണ് പദ്ധതി. നിലവിൽ ഇത് $3.6 ബില്യൺ ന്യൂസിലൻഡ് ഡോളറാണ്. അതുപോലെ വിദ്യാർത്ഥികളുടെ എണ്ണം 2024 83,700 ആയിരുന്നത് 2034 1,19,000 ആക്കി ഉയർത്താനും ലക്ഷ്യമിടുന്നുണ്ട്. ഇത് നടപ്പിലാക്കാൻ അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ അനുവദിച്ചിട്ടുള്ള ആഴ്ചയിൽ 20 മണിക്കൂർ എന്ന പാർട്ട് ടൈം ജോലി ചെയ്യാനുള്ള നിയന്ത്രണം നീക്കം ചെയ്യും. കുടുംബാംഗങ്ങളെ കൊണ്ടുവരാനുള്ള വിസയും വരുന്നുണ്ട്. സെപ്റ്റംബർ 29 മുതൽ പേരൻറ്റ് ബൂസ്റ്റ് വിസ ആരംഭിക്കും. താൽക്കാലികമായി ഇവിടെ താമസിക്കുന്ന ആളുകൾക്ക് അവരുടെ മാതാപിതാക്കളെ 10 വർഷം വരെ ഇവിടെ കൊണ്ടുവരാൻ ഈ വിസ സഹായിക്കും. ഈ വിസയിൽ 5 വർഷം വരെ ഇവിടെ താമസിക്കാം. അതിനുശേഷം വീണ്ടും അപേക്ഷിച്ചാൽ 5 വർഷം കൂടി നീട്ടിക്കിട്ടും. ഇത് സ്ഥിരതാമസത്തിനുള്ള വിസയല്ല. വിദഗ്ധ തൊഴിലാളികൾക്ക് അവരുടെ കുടുംബവുമായി കൂടുതൽ അടുത്തു നിൽക്കാൻ ഇത് സഹായിക്കും. ഈ മാറ്റങ്ങളെല്ലാം ന്യൂസിലൻഡിനെ വിദ്യാർത്ഥികൾക്കും വിദഗ്ധ തൊഴിലാളികൾക്കും കൂടുതൽ ആകർഷകമായ സ്ഥലമാക്കി മാറ്റാൻ സഹായിക്കും. പുതിയ പ്രക്രിയ ലളിതവും വേഗമുള്ളതും ഉപഭോക്താക്കൾക്ക് എളുപ്പത്തിൽ ഉപയോഗിക്കാൻ കഴിയുന്നതുമാണെന്നാണ് ഇമിഗ്രേഷൻ ന്യൂസിലാൻഡ് പറയുന്നത്. സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും. ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ. വാർത്തകൾ ആസ്വദിക്കാം. എല്ലാം ഇനി സമയത്തിൽ.